ഇടയ്ക്ക് ഭരണിയിലും ഇടയ്ക്ക് പീഡികക്കാരന്റെ മുഖത്തും മാറി മാറി പതിഞ്ഞു. എന്തിനാ പൊന്നു ഇങ്ങനെ അട്ടഹസിച്ച് വായിക്കണേ? ഇവിടെ കേൾക്കാൻ വായിച്ചാ പോരാ എനിക്ക്. മനസ്സിൽ വായിച്ചാ പറയൂ എന്തിനാണ് സ്വപ്നം കാണണേന്ന്. ഉറക്കം വായിച്ചാ അതിനും കുറ്റം. എങ്ങടെ പോണേ അവിടേക്ക്? ഞാൻ എന്തിനും പറയാൻ വേണ്ടി കാത്തിരിക്കല്ലേ? മൊബൈൽ കളിക്കാനല്ലേ പോണേ? അവിടെ ഇരുന്ന് വായിക്കും. ഞാൻ എന്റെ മാത്സിന്റെ നോട്ട് എടുക്കാനാ പോണേ. ഒന്നുമില്ല. ഇനിയിപ്പോ എങ്ങടാ? എന്ത് ചോദ്യ പൊന്നു? ഞാൻ പണി മാറ്റി കുളി കഴിഞ്ഞ് ഞങ്ങളുടെ പോണെന്ന് എനിക്കറിയില്ലേ. ചാരായം കുടിക്കാൻ. ചാരായ പോത്തെ റമ്മാണ് റമ്മ്. ചാരായൊക്കെ 96 നിർത്തിയതാ. അല്ല ഇപ്പൊ ഞാൻ സ്കോച്ച് അടിച്ചല്ല, എനിക്ക് ചാരായ തന്നെ. നെയ് കീരിയർച്ച് കൂട്ടിട്ടാടി. എന്തായാലും കള്ളല്ലേ. എന്നിട്ട് ഇന്ന് ബാത്രിയാവോ? എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണ്ട? എന്ത്? അല്ല വല്ല പഞ്ചസാര ചായപ്പൊടി എന്തിനും വാങ്ങാണ്ടത്? ഈ പഞ്ചസാരയും ചായപ്പൊടി മാത്രാണോ ജീവിതത്തില്? പിന്നെന്താ, അരിയും സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയതാണല്ലോ. എന്താ ഏട്ടൻ്റെ കുട്ടിക്ക് മാക്സിയോ മാക്സിന്റെ അടിയിലിടുന്ന സാധനങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടാ? അതൊന്നല്ല, പൊട്ടനത്. അപ്പൊ പിച്ചാണ്ട് കാര്യം എന്താന്ന് പറ. എപ്പോഴാ വരാന്ന് പറ. ഞാൻ വേഗം വരേ. എന്നിട്ട് ഇന്നലെ വന്ന പാതിരാത്രിക്കല്ലേ? നീ എന്നെങ്ങനെ വികാരം കൊള്ളിക്കാണ്ട് കാര്യം എന്താന്ന് പറയും. നേരത്തെ വരുമോ? 4 കൊല്ലല്ലാണ്ട്. എന്താ കാര്യം പറയും? നേരത്തെ വരൂ, നാളെ പറയൂ. പറയൂ പൊന്നോ, ഏട്ടന് ഇവിടെ നിൽക്കല്ലേ, പറയൂ എന്താ കാര്യം? പറയട്ടെ പറയട്ടെ പറയേ. വാ. എന്താ സ്വകാര്യം? ഇങ്ങോട്ട് വാ. തോന്നാൻ പാടില്ലേ? അല്ല ഞാൻ അന്ന് പറഞ്ഞ പനക്ക് നല്ല ഡിമാൻഡായിരുന്നല്ലോ. ആരപ്പന്നോട് പറഞ്ഞു? പറയേ, ആരാ പറഞ്ഞു? അതൊക്കെ ഉണ്ട്. നേരത്തെ വരൂ. അതൊക്കെ വന്നിട്ട് എപ്പ പോയി എപ്പ വന്നെന്ന് ചോദിച്ചാ പോരാ മുത്തേ. അല്ലടാ, എന്താ അവളെന്റെ ചെവിയിൽ പറഞ്ഞത്? എന്താ അവള് പറഞ്ഞത്? എൻ്റെ ചെവി പൊട്ടിയോ? എന്താ അവള് പറഞ്ഞതെന്ന് അതന്നെയല്ല ഇപ്പൊ ഞാനും ചോദിച്ചത്. ഇല്ല, ഞാൻ നിർത്തി. ഇജ്ജ് പറഞ്ഞു കൊടുത്തു. പറ. പിന്നെ നമ്മളിത് വേറെ ആരോടും പറയരുതിട്ടാ. തേങ്ങ അരച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അത് അല്ല, വേറൊന്നുമില്ല. നമ്മള് ചെയ്യുമ്പല്ലേ ഇജ്ജ് പറ. നമ്മള് ചെയ്യുമ്പോ ചിലപ്പോക്കെ നമ്മുടെ മോളിലിരുന്നവര് ചെയ്യാറില്ലേ, അങ്ങനെ ചെയ്യണം എന്ന് പറയണേ. എന്റെ പൊന്നാര രവിയ, നമ്മൾ മലയാളികളുണ്ടോ ഇക്കാര്യത്തിൽ? താനെ മൂരാച്ചോളാം ഡബനെ പോലെ. ഞാൻ ഇപ്പൊ എന്താ ചെയ്തതിന്? അതിന് നീക്കൊന്നും ചെയ്യണില്ലല്ലോ. കല്യാണം കഴിച്ചാൽ കുട്ടികളാവും ചെലവാവും എന്നൊക്കെ പറഞ്ഞില്ല. അത് പോട്ടെ രവിയെ, ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അവർക്കും കൂടി അവകാശപ്പെട്ടു. അത് മനസ്സിലാക്കണം ആദ്യം. എൻ്റെ അയ്യപ്പേട്ട, ഈ കാര്യമൊക്കെ ഇഷ്ടമുള്ള തന്നെയാണ്. ഒരു ദിവസം ഞങ്ങൾ നല്ല മൂഡിലിരിക്കുമ്പോഴേ അവളുടെ കാലിൻ്റെ മടിയിലേക്ക് കയറ്റി വെച്ചിട്ട് കാലിൻ്റെ വിരല് അങ്ങനെ പൊട്ടിച്ചു കൊടുത്തപ്പോൾ കാലങ്ങോട്ട് വിളിച്ചിട്ട് അവള് പറയാ, ഭർത്താക്കന്മാരുടെ മേലെ കാല് കയറ്റി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തൊട്ട് നിറയല്ലോ ചോള. ഇതൊക്കെ ഇഷ്ടം തന്നെയാണ്. എന്നിട്ടാണ് ഈ അവളുടെ ചുണ്ടും നെറ്റിയൊക്കെ അടിച്ചു പൊട്ടിച്ചത്. അതിന്റെ കുരിപ്പേ അതെന്താ വേണ്ട സംഭവം എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയത് തന്നെ. പക്ഷെ കാര്യം മുഴുവൻ അറിയണം നിങ്ങള്. എന്താ അറിയണം? നമ്മള് തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് ഞാൻ ഈ നാണം കെട്ട കാര്യങ്ങളുടെ അടുത്ത് പറയണത് കേട്ടോ. മനസ്സിലായോ? ഞാനന്ന് ഇവിടുന്ന് 2 മൂന്ന്
ആ 3 ഇട്ട് പോയില്ലേ. ഓണ വഴിക്കുണ്ട് നമ്മുടെ സുബ്രൻ നിൽക്കണു. സ്ഥലായി അവണ്ട് നമ്മുടെ വിജയേട്ടൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണു. കയ്യിലൊരു 5 പെഗ് ഉണ്ടാവും. മാജിക് മൂവ്മെന്റ് ആയിരുന്നു. അതിന്നൊരു 2.5 പെഗ് ഞാട്ടുണ്ടാവും. 3 ആ 3 തന്നെ. ഇതാ കഷ്ടകാലത്തിന് ഞാൻ വാങ്ങി കുടിച്ചു. നോക്ക്, ഇത്ര പോകുന്നൊരു കടലമുട്ടായി ടച്ചിങ് ആയിട്ടൊന്നും വന്നു. എന്തിനാ തോനെ? മധുരല്ലേ? വെറുതെ കിട്ടിയ തീട്ടന്മാര് വാങ്ങി തിന്നരുത് എന്നപ്പോ മനസ്സിലായില്ലേ? ഇതൊന്നും അല്ലാങ്ങോ. എന്തല്ലാന്നും ഒക്കെ കൂടി അങ്ങോട്ട് കൈ വിട്ടിട്ട് തകിട് പൊടിയായി. എങ്ങനെ ഞാൻ വീട്ടിലെത്തി നിൽക്കാൻ അറിയില്ല. ഞാൻ ഓണരുമ്പോ എൻ്റെ മേത്തൊരു ഭാര. ആ ഭാര അറിഞ്ഞിട്ടാ ഞാൻ ഓണായിരുന്നത് തന്നെ. മേത്തൊരാളിരിക്കണ പോലെ. വല്ലാത്ത കഷ്ടമായിട്ടാണ് എൻ്റെ കാര്യം. കിട്ടണത് മുഴുവൻ അങ്ങനെ മോന്തണ്ടല്ലോ. ഇത് പാലൊന്നല്ലല്ലോ, കള്ളല്ലേ? പെട്ടെന്ന് ഞാൻ പേടിച്ചതാണേ. ഓർക്കത്തില് ഇയാൾ എനിക്ക് മനസ്സിലായല്ല. നോട്ടെ, എന്തെങ്കിലും പറ്റിയ